ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തൃശൂർ മുള്ളൂർക്കരയിൽ KSU അക്രമത്തിൽ SFI നേതാക്കൾക്ക് പരിക്ക്. SFI ചെറുതുരുത്തി ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം ആദിത്യൻ, കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് എൽദോസ് എന്നിവർക്ക് നേരെയായിരുന്നു KSUവിന്റെ അക്രമമുണ്ടായത്. ശരത് ഓങ്ങല്ലൂർ തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരത്, എന്താണ് ഇത്തരത്തിൽ KSU അക്രമത്തിന് പിന്നിലുള്ള കാരണം? മറ്റു വിശദാംശങ്ങൾ കൂടി. ആര്യ, ഇന്ന് വൈകിട്ടോട് കൂടിയിട്ടായിരുന്നു സംഭവം. കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് പരിക്കേറ്റിട്ടുള്ള SFI നേതാക്കളായ ആദിത്യനും എൽദോസും. SFIയുടെ ചെറുതുരുത്തി ഏരിയ സെക്രട്ടേറിയറ്റ് അംഗമാണ് ആദിത്യൻ. കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റാണ് എൽദോസ്. ഇവർക്ക് നേരെയായിരുന്നു KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ആക്രമണം. മുള്ളൂർക്കര ഗേറ്റിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ SFI നേതാക്കൾക്കെതിരെ KSU പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആക്രമണം ഉണ്ടായത്. കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി ഇവരെ പിന്തുടർന്നെത്തിയ KSU നേതാക്കൾ ഇവർക്ക് നേരെ ആക്രമിക്കുകയായിരുന്നു. ഈ അക്രമത്തിൽ KSUവിന്റെ അക്രമത്തിൽ പരിക്കേറ്റ ആദിത്യൻ അതുപോലെ തന്നെ എൽദോസ് ഇരുവരെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇരുവരുടെയും തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതുമായി സംബന്ധിച്ചുകൊണ്ട് ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോട് കൂടിയായിരുന്നു സംഭവം. കോളേജ് വിട്ടു വരുന്നതിനിടെയാണ് മുള്ളൂർക്കര ഗേറ്റിന് സമീപത്ത് വെച്ച് KSUവിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ആറ്റൂരിന്റെയും അല്ലമീൻ അസ്ലം സാരംഗ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം SFI പ്രവർത്തകരെ ആക്രമിച്ചത്. ആര്യ, ാണ് മനസ്സിലാക്കുന്നത്. നടപടി ഉടൻ തന്നെ ഉണ്ടാകും. ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 2 SFI പ്രവർത്തകരുടെ പരിക്ക് ഗുരുതരമാണോ? ആര്യ, ഇവരുടെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് തലയ്ക്ക് തുന്നലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾക്കും മറ്റുമായിട്ട് സ്കാൻ ചെയ്യൽ പോലുള്ള വിദഗ്ധ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഇവരുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്ന് പറയാൻ കഴിയുള്ളൂ. ആര്യ, ഈ കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു ഈ SFI പ്രവർത്തകർക്ക് നേരെ ഇവരെ പിന്തുടർന്നെത്തി KSUവിന്റെ അതിക്രമം, അല്ലേ? എന്തായാലും ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷിന്റെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആര്യ, ഇരുവരും കിള്ളിമംഗലത്തുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. ആദിത്യനും എൽദോസും ഇരുവരും കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് മുള്ളൂർക്കര ഗേറ്റിന് സമീപം, ചെറുതുരുത്തി മുള്ളൂർക്കര ഗേറ്റിന് സമീപത്ത് വെച്ച് ഇവരെ പിന്തുടർന്നെത്തിയ KSU പ്രവർത്തകർ ഇവരെ ആക്രമിച്ചത്. KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റായ ഗണേഷ് ആറ്റൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നാണ് പറയുന്നത്. KSU പ്രവർത്തകരായ അല്ലമീൻ, അസ്ലം, സാരംഗ് എന്നിവർ ഈ അക്രമത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആര്യ, ശരി. തൃശൂർ മുള്ളൂർക്കരയിൽ KSU അക്രമത്തിൽ SFI നേതാക്കൾക്ക് പരിക്ക്. SFI ചെറുതുരുത്തി ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം ആദിത്യൻ, കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് എൽദോസ് എന്നിവർക്ക് നേരെയായിരുന്നു KSU അക്രമമുണ്ടായത്. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, അല്ലമീൻ, അസ്ലം, സാരംഗ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു KSU പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. ശരത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.